അപ്പോൾ ട്യൂമർ മാർക്കേഴ്സ് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. ട്യൂമർ മാർക്കേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ നമുക്കിനി പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ട്യൂമർ മാർക്കേഴ്സ് പരിചയമുള്ള പ്രീവിയസ്ലി നമ്മൾ ഒരുപാട് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ട്യൂമർ മാർക്കേഴ്സ് നോക്കാം. ട്യൂമർ മാർക്കേഴ്സ് ഒന്ന് AFP. അമിനോ ആസിഡ്സ് ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഇൻബോൺ എറേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കെമിസ്ട്രിയാണ് വർക്കൗട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇനി അതിൻ്റെ മെറ്റബോളിസം, ഇൻബോൺ എറേഴ്സും നമ്മുടെ ലിപ്പിഡും കാർബോഹൈഡ്രേറ്റും ഇതും വരുന്നുണ്ട്. എല്ലാത്തിനെയും കെമിസ്ട്രി നമ്മൾ നിർത്തിയിട്ടുള്ളൂ. AFP ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു സാധനമാണ് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ അഥവാ AFP. ഏതൊക്കെ ക്യാൻസറുമായിട്ടാണ് അത് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്? ഒന്ന് ഹെപ്പാറ്റോ, ഇത് തന്നെയാണ് ഓപ്ഷനിൽ എപ്പോഴും ചോദിക്കാറ്, ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ. തന്നെ പഠിച്ചോണേ. യോക്സാക് ട്യൂമേഴ്സ്. അപ്പോൾ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ അഥവാ AFP അസോസിയേറ്റ് ചെയ്ത് വരുന്ന ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ അല്ലെങ്കിൽ യോക്സാക് ട്യൂമേഴ്സ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് CEA. CEയുടെ ഫുൾ ഫോം എന്താണ്? കാർസിനോ എംബ്രിയോണിക് ആന്റിജൻ. ഏത് ക്യാൻസറാണ്? കോളോറെക്ടൽ ക്യാൻസർ. നെക്സ്റ്റ് CA125. ഏത് ക്യാൻസറാണ്? CA125 ഒവേറിയൻ ക്യാൻസർ. അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ആൻഡ് ഫെലോപ്പിയൻ ട്യൂബ് ക്യാൻസർ. CA199. ഏത് ക്യാൻസറാണ്? പാൻക്രിയാറ്റിക് ക്യാൻസർ, ബൈൽ ഡക്ട് ക്യാൻസർ, ഗ്യാസ്ട്രിക്, കോളോറക്ടൽ ക്യാൻസർ. ഇതെല്ലാം CA199. അപ്പോൾ ട്യൂമർ മാർക്കേഴ്സിലെ ഫസ്റ്റ് വൺ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ വരുന്നത് ഏതൊക്കെ ക്യാൻസറാണ്? ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ, യോക്സാക് ട്യൂമേഴ്സ്. പിന്നെ വരുന്നത് CE ആണ്. CE എന്ന് പറഞ്ഞാൽ കാൽസിനോ എംബ്രിയോണിക് ആന്റിജൻ. കോളോറക്ടൽ ക്യാൻസറിനാണ് നമ്മൾ കൂടുതൽ ഈ ട്യൂമർ മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ CA125 ഒവേറിയൻ ക്യാൻസർ ആണ് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റിനെ പോലെ കാണാറുള്ളത്. എൻഡോമെട്രിയൽ ആൻഡ് ഫെലോപ്പിയൻ ട്യൂബ് ക്യാൻസറിന് CA125 ആണ് നോക്കാറ്. പിന്നെ CA199 ഏത് ക്യാൻസറാണ്? പാൻക്രിയാറ്റിക് ക്യാൻസർ, ബൈൽ ഡക്ട് ക്യാൻസർ, ഗ്യാസ്ട്രിക് ആൻഡ് കോളോറക്ടൽ ക്യാൻസർ. നമുക്ക് CA199 ചൂസ് ചെയ്യാം. നെക്സ്റ്റ് എഴുതി കഴിഞ്ഞോ? CA153, CA27-29 യൂസ് ചെയ്യുന്നത് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനാണ്. മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എസ്പെഷ്യലി യൂസ് ചെയ്യുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ മെറ്റാസ്റ്റാറ്റിക്. സ്പെസിഫിക് മാർക്കറാണ് CA153, CA27-29.
PSA നമുക്കറിയാം. PSA എന്താണ്? പ്രോസ്റ്റേറ്റ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ? പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ആണ് PSA. ഏത് ക്യാൻസറിനായിരിക്കും? പ്രോസ്റ്റേറ്റ് ക്യാൻസർ. നെക്സ്റ്റ് HCG. HCG എന്തിനാണ് നോക്കുന്നത്? ഇതിന്റെ ഫുൾ ഫോം അറിയാലോ. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഇതിനാണ് HCG നോക്കുന്നത്. കൊറിയോകാർസിനോമ, germ cell tumors. Germ cell tumors ഏതൊക്കെയാണ്? ടെസ്റ്റിക്കുലർ ഓർ ഒവേറിയൻ. അപ്പോൾ CA153, CA27, 29 ബ്രസ്റ്റ് ക്യാൻസർ, മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സ്പെസിഫിക് ട്യൂമർ മാർക്കേഴ്സുകളാണിത്. അടുത്തത് PSA. PSA ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ. ഏത് ക്യാൻസറിനാണ്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതിലാണ് നെക്സ്റ്റ് HCG ട്യൂമർ മാർക്കർ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, എസ്പെഷ്യലി ഫോർ കൊറിയോകാർസിനോമ, germ cell tumors. ഏതൊക്കെ germ cell ആണ്? ടെസ്റ്റിക്കുലർ ആൻഡ് ovarian. Next is calcitonin. calcitonin ഏത് ക്യാൻസറിനായിട്ടുള്ളതാണ്? മെഡുലറി. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മെഡുലറി തൈറോയിഡ് കാർസിനോമ. നെക്സ്റ്റ് തൈറോഗ്ലോബുലിൻ. തൈറോഗ്ലോബുലിൻ ഏതുമായിട്ടുള്ളതാണ്? തൈറോയ്ഡ് ക്യാൻസറിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളതാണ്. തൈറോയ്ഡ് ക്യാൻസർ ഡിഫറൻഷിയേഷൻ ഉള്ളതാണ്. തൈറോയ്ഡ് ക്യാൻസർ ഡിഫറൻഷിയേഷൻ ഏതൊക്കെയാണെന്ന്? പാപ്പിലറി ആണോ ഫോളിക്കുലർ ആണോ അറിയാൻ മതി. The thyroglobulin is used for the thyroid cancer differentiation, papillary and follicular. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? നെക്സ്റ്റ് S100. S100 എന്നിട്ടുള്ളതാണ് മെലനോമ. നെക്സ്റ്റ് BJP. BJPയുടെ ഫുൾ പറയാലോ. എന്താണ്? സ്റ്റോൺസ് പ്രോട്ടീൻ. മൾട്ടിപ്പിൾ മൈലോമ. നെക്സ്റ്റ് ഫസ്റ്റ് ട്യൂമർ മാർക്കർ ഏതാണ്? BJP ആണ്. ഫസ്റ്റ് ട്യൂമർ മാർക്കർ എന്ന് പറയുന്നത് ഏതാണ്? BJP ആണ്. മൾട്ടിപ്പിൾ മൈലോമയ്ക്ക് വേണ്ടി നമ്മൾ ഡിറ്റക്ട് ചെയ്ത BJP ആണ് ആദ്യം ചൂസ് ചെയ്ത, അല്ലെങ്കിൽ ആദ്യം കണ്ടുപിടിച്ച ട്യൂമർ മാർക്കർ എന്ന് പറയുന്നത്. അടുത്തത് NSE. എന്താണ് NSE എന്ന് പറഞ്ഞാൽ? ന്യൂറോൺ സ്പെസിഫിക് ഇനോലൈറ്റ്. അത് ഏത് മെത്തേഡാണ്? സ്മോൾ സെൽ
lung carcinoma. Lung carcinoma. അപ്പോൾ കാൽസിറ്റോണിൻ, മെഡുലറി തൈറോയ്ഡ് കാർസിനോമ, തൈറോയ്ഡ് ഗ്ലോബുലിന് തൈറോയ്ഡ് ക്യാൻസർ ഡിഫറൻഷിയേഷൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ X100 എന്തിനായിട്ടുള്ളതാണ്? മെലനോമ, BJP മൾട്ടിപ്പിൾ മൈലോമ. ഫസ്റ്റ് ട്യൂമർ മാർക്കർ BJP ആണ്. നെക്സ്റ്റ് NSC എന്താണ്? ന്യൂറോൺ സ്പെസിഫിക് ഇമലൈസ്. എന്തിനായിട്ടുള്ള മാർക്കറാണ്? സ്മോൾ സെൽ ലങ് കാർസിനോമ. നെക്സ്റ്റ് ER എന്ന് വെച്ചാൽ ഈസ്ട്രജൻ റിസപ്റ്റേഴ്സ്. Associated with the breast cancer. ഇത് ഇത്രയും മാത്രമല്ല, ഒരു ലോഡ് ഇപ്പം കുറേ അഡ്വാൻസ്ഡ് മാർക്കേഴ്സുകളൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് മാർക്കേഴ്സ്, ട്യൂമർ മാർക്കേഴ്സുകളാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇത് പഠിച്ചു വെച്ചേക്കാം. നമ്മൾ ട്യൂമർ മാർക്കേഴ്സിൻ്റെ ഒരു വലിയ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള കുറേ മാർക്കേഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്ലാസ് കൂടെ വരും. ഇതെന്തായാലും ഇത്രയും ഒന്ന് ബേസിക് പഠിച്ചു വെച്ചേക്കാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണേ.